ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മാങ്ങ അച്ചാറാണ്. വളരെ ഈസി ആയിട്ട് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. അതിനുവേണ്ടി 1/2 കിലോ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് അരിയണം. ഇഷ്ടമുള്ള രീതിയിൽ അരിയുക. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് 10 മിനിറ്റ് വയ്ക്കുക. ഇങ്ങനെ തിരുമ്മി വെച്ച് കഴിയുമ്പോൾ ഇതിലെ വെള്ളമെല്ലാം ഊറി വരും. എന്നിട്ട് അത് നമുക്ക് കളയണം. ഇനിയും ഒരു ചീനിച്ചട്ടി വെച്ച് അതിലേക്ക് 1/2 ടീസ്പൂൺ ഉലുവയും 1/2 ടീസ്പൂൺ കടുകും ഒന്ന് വറുത്തെടുക്കണം. എണ്ണയൊന്നും ചേർക്കാതെ വേണം വറുത്തെടുക്കേണ്ടത്. അതിന് നമുക്ക് അല്പം ചൂട് മാറിയതിന് ശേഷം മിക്സിയിലൊന്ന് പൊടിച്ചെടുക്കണം. ഇപ്പോൾ പൊടിച്ചെടുത്തിട്ടുണ്ട്. തരി പോലെ വേണം പൊടിച്ചെടുക്കേണ്ടത്. ഇനി നമുക്കൊരു ചീനിച്ചട്ടി വെക്കാം. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചേർക്കാം. അതിലേക്ക് ഒരല്പം കടുക് ചേർക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലേക്ക് ഒരു 15 ചെറിയ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നല്ല പോലെ അത് ബ്രൗൺ കളർ ആകുന്ന വരെ നമുക്ക് വറുത്തെടുക്കണം. കരിഞ്ഞു പോകരുത്. ആവശ്യത്തിന് കറിവേപ്പിലയും നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. വലിയ ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയും 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് വിനാഗിരിയും കുറച്ച് കായപ്പൊടിയും കൂടെ നമുക്ക് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച മാങ്ങ ഇതിലെ വെള്ളം കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ നമ്മൾ പൊടിച്ചു വെച്ചിരുന്ന കടുകും ഉലുവയും ഒക്കെ ഉള്ള പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്യാം. ഇൻസ്റ്റൻ്റ് ആയിട്ടാണ് ഞാൻ ഈ മാങ്ങ അച്ചാർ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്ക്. നിങ്ങൾക്ക് ഇഷ്ടമാകും. കഞ്ഞിയുടെ കൂടെ കുടിക്കാൻ പറ്റിയ നല്ല ഒരു മാങ്ങ അച്ചാറാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ കൊടുത്തു വിടാൻ പറ്റിയ ഒരു മാങ്ങ അച്ചാർ കൂടിയാണിത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു.